600 രൂപ. I will give you 400 rupees. പറയാൻ പറ്റില്ല. Amen. Amen. Hallelujah. Pastor, too much അല്ല, very much. നീ വിചാരിക്കുന്നത് പോലെ ദൈവസന്നിധാനത്തിൽ വാറോർന്ന ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും രാഗങ്ങളും സ്തുതികളും നിന്റെ വായിൽ നിന്ന് വരുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നതും നിന്നിലുള്ള പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നതും. അതിനൊരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. There is no need for the mediator. The speak when the Holy Spirit can speak to you while you sing, while you pray, while you praise. The Spirit of God can speak to you. Hallelujah. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. കാരാഗ്രഹത്തിൽ കിടന്നാലെങ്കിലേ ഈ പാട്ട് വരത്തുള്ളോ എന്നൊരു ചോദ്യം ഉണ്ടായി. പൗലോസ് പറയുന്ന കാരാഗ്രഹത്തെ കിടക്കുമ്പോൾ മാത്രമല്ല, സഭ ഒന്നായിരിക്കുമ്പോഴും ഈ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും സ്തുതിയുടെയും ശബ്ദം ഈ ഭൂമിയിൽ ഉണ്ടാകണം. ആമേൻ. അത് തന്നെയാണ് ദൈവമക്കളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. ഇംഗ്ലീഷിൽ പറയുന്ന ഹിംസ് എന്നാ പറഞ്ഞിരിക്കുന്നത്? ഹിംസ് ആൻഡ് സ്പിരിച്വൽ സോങ്സ്, സിംഗിങ് ആൻഡ് മേക്കിംഗ് മെലഡി ഇൻ യുവർ ഹാർട്ട് ടു ദ ലോർഡ്. Amazing grace, how sweet a sound. എന്നോടുള്ള ഹിംസ പാടാൻ പറ്റുമോ? Hello, this is my story, this is my song, praising my Savior all the day long. This is my story, this is my song, praising my Savior all the day long. Perfect submission, perfect delight, oh my Savior, oh happy and blessed. This is my story, this is my song, praising my Savior all the day long. Amen. Hymns and spiritual songs with the melody give to the Lord. We are waiting for a fasting prayer to come. Lord. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു. Giving thanks always for all things unto God and the Father in the name of our Lord Jesus Christ. രണ്ടാമത്തെ കാര്യം പൗലോസ് പറയുന്നു, giving thanks. ഒന്നാമത് എന്താ പറയുന്നത്? You have to speak. Then you have to sing. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? Give thanks. Giving thanks always for all things. എല്ലാവരും പറഞ്ഞാട്ടെ. Giving thanks always for all things. All things. എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുവീൻ. Amen. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Will you able to give thanks for everything? കർത്താവേ, എന്റെ ബിസിനസ് പൊളിഞ്ഞു പോയി. സ്തോത്രം കർത്താവേ, എന്റെ ബിസിനസ് പൊളിഞ്ഞു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് രോഗം വന്നു. സ്തോത്രം കർത്താവേ, എനിക്ക് രോഗം വന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയാൻ പറ്റുമോ? ദൈവവൈദ്യരെ, നീ അങ്ങനെ ഒന്ന് പറയാൻ നോക്കിക്കേ. എല്ലാത്തിനും ഒരു സ്തോത്രം കൊടുക്കാൻ തുടങ്ങിക്കേ. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവേ, എന്റെ കാർ ആക്സിഡന്റ് ആയി. സ്തോത്രം കർത്താവേ, കാർ ആക്സിഡന്റ് ആയി. സ്തോത്രം. ഹല്ലേലൂയ. പറയാൻ പറ്റുമോ? പറയാൻ പറ്റണം ദൈവവൈദ്യരെ. എല്ലാത്തിനും സ്തോത്രം പറയണം.
അതാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് പറയാം, നീ അറിയുന്നല്ലോ എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒരു കുന്തോ നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. കാരണം ദൈവത്തിന് നന്ദി കൊടുക്കുന്നില്ല. You are not giving thanks to the Lord. Then how come God can work in our life? Amen. Apostle Paul is telling, thank you Lord, you put me in the prison. Thank you Lord for that. Amen. I know that with your knowledge only I am in this prison. With your plan only I am in this prison. I know that you are going to be sent to the nations. Before that you would put me in the prison. Thank you Lord for that. ഇന്ന് പകൽക്കാലം ദൈവമൈതലേ, നിങ്ങൾക്ക് അതൊന്ന് പറയാൻ പറ്റുമോ? എല്ലാത്തിനും നന്ദി പറയാൻ പറ്റുമോ? ആമേൻ, ഹല്ലേലൂയ. ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധികൾക്ക് നന്ദി പറയാൻ പറ്റുമോ? ബിരിയാണി കിട്ടിയാൽ താങ്ക് യു, കഞ്ഞി കിട്ടിയാൽ ഇന്നും കഞ്ഞിയാണോ? സ്വത്രം, ഇന്നും കഞ്ഞിയാണോ? ഹലോ, ഇന്നും പുട്ടാണോ എന്ന് ചോദിച്ചോ, ഇന്നും കഞ്ഞിയാണോ? നന്ദി പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും? Apostle Paul is telling that ആത്മീക മനുഷ്യന്റെ എഡിഫിക്കേഷന് വേണ്ടി your spiritual life if you want to grow, you have to say thanks to the Lord. എന്റെ ജോലി പോയതിനായി സ്തോത്രം. എന്റെ ദൈവത്തിന് ഒരു പുതിയ ജോലി തരാൻ പറ്റും. ആമേൻ, ആമേൻ. എന്റെ ജീവിതത്തിൽ ഒരു രോഗം വന്നതിനായി സ്തോത്രം. ഇത് മുഖാന്തരം യേശുവിനെ അറിയാൻ എനിക്ക് ഇടയായി തീർന്നു. സ്തോത്രം. എന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നതിനായി സ്തോത്രം. ഇന്നൂടെ കർത്താവിനോട് അടുക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഞാൻ ഫെയിൽ ആയതിനായി സ്തോത്രം. നാളെ ഇതിനേക്കാൾ നല്ല മാർഗം ആകുവാൻ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ എല്ലാത്തിനും ഒന്ന് സ്തോത്രം പറയാൻ തുടങ്ങിക്കേ. എല്ലാത്തിനും ഒരു താങ്ക്സ് പറയാൻ തുടങ്ങിക്കേ. നീ ജയിലിലാണെങ്കിലും നിന്റെ അസ്ഥികൾ ബലമുള്ളതായിരിക്കും. നീ ജയിൽ കാരാഗ്രഹത്തിൽ കിടന്നാലും അവിടെ നിനക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. നിന്റെ ജീവിതത്തിൽ ദൈവമൈതലേ, നീ രോഗിയാണെങ്കിലും സ്തോത്രം പറ. നീ കടത്തിൽ കൂടി പോകുന്നവരാണെങ്കിലും സ്തോത്രം പറ. പ്രതികൂലം അഭിമുഖീകരിക്കുന്നവരാണെങ്കിലും നന്ദി പറ. എല്ലാത്തിനും നന്ദി പറ. ദൈവമാണ് നിന്നെ ഉയർത്തുന്നത്. ദൈവമക്കൾ തയ്യാറാകുന്നുവെങ്കിൽ ആത്മാവിനെ വിളിച്ചു പറയട്ടെ, നീ അറിയാത്ത ഒരു ആത്മമണ്ഡലത്തെ നിനക്ക് വേണ്ടി ചില ദൈവപ്രവർത്തി ദൈവം ചെയ്തെടുക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ നീ അറിയാതെ നിനക്ക് വേണ്ടി ദൈവം ചില വഴികൾ തുറക്കുന്നുണ്ട്. കാരണം നീ ദൈവത്തെ സ്തുതിക്കുന്നവരാ, നീ ദൈവത്തിന് നന്ദി പറയുന്നവരാ, നീ ദൈവത്തിന് നന്ദി കൊടുക്കുന്നവരാ. ദൈവത്തിന് നിന്നെ പറ്റി ചില പദ്ധതികളുണ്ട്. യേശുവിന്റെ നാമത്തിൽ വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ വരാമായിരുന്നു. ദൈവമേ, ഒരു ചെറിയ വിഷയം ഒന്ന് നടത്തി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നിന്റെ ആത്മീക മനുഷ്യൻ വളരുക, നിങ്ങളുടെ ആത്മീക മനുഷ്യൻ വളരുക, നിങ്ങളുടെ ആത്മീക മനുഷ്യൻ ശക്തി പ്രാപിക്കുക, നിങ്ങളുടെ ആത്മീയ ഉയരുക. ദൈവത്തിന് നിങ്ങളെ പറ്റി ഒരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് നിന്നെ ധൈര്യമായി ഈ മരുഭൂമിയിൽ നടി നടത്തുന്നത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്കകത്ത് ദൈവജനത്തിന്റെ അകലത്തിൽ നന്ദിയുടെ ശബ്ദം ഉയരട്ടെ. താങ്ക്സ് ടു ദ ലോർഡ് പറയുക. ദൈവത്തിന് നന്ദി പറയുക. ഇന്ന് പകൽക്കാലം നീ തയ്യാറാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി അറിയാത്ത വഴികളെ ദൈവം തുറക്കുക. പൗലോസേ, ഈ കാരാഗ്രഹത്തിന്റെ അവസാനമല്ല. നിനക്ക് മിഷനറി യാത്രയുണ്ട്, നിനക്ക് മിഷൻ യാത്രയുണ്ട്. You have a mission trip. You have to travel. You have to stand before the pilot. You have to stand before the hallelujah. Pharisees and Sadducees. ഈ പരീക്ഷന്മാരുടെ സദുക്കന്മാരുടെ മുമ്പിൽ എന്റെ വചനവുമായി എഴുന്നേറ്റ് നിൽക്കേണ്ടവന് നിനക്ക് ഈ യാത്രയുണ്ട്. ഏറ്റെടുക്കാൻ ദൈവമക്കൾ തയ്യാറാകുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലത്ത് ആത്മാവിൽ വിളിച്ചു പറയട്ടെ. കഷ്ടതയുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുന്ന ദൈവമെന്നതാകട്ടെ. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകട്ടെ.
കാലഘട്ടത്തിൽ നിന്റെ വായിൽ നിന്ന് സ്തോത്രത്തിന്റെ സ്തുതിയുടെ ശബ്ദമുയരട്ടെ. Always giving thanks to the Lord. എല്ലാറ്റിനും സ്തോത്രം നന്ദി പറയണം. Amen. എല്ലാറ്റിനും നന്ദി പറയണം. സാഹചര്യം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ വാല്യൂ മനസ്സിലാക്കത്തുള്ളൂ. No one is there to be with him. No one is there to support him. No one is there to satisfy any of his single needs. He is going through under the situation which no one can help him. And thank you, Holy Spirit. Thank you, Jesus. ഇന്ന് പകൽക്കാലം എത്ര ദൈവമക്കൾക്ക് അവിശ്വാസമുണ്ട്? എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നു. കഥാ പറയാ കുഞ്ഞെ, നിന്റെ ശരീരത്തിലോട്ട് നോക്കിക്കേ, വ്രണങ്ങളാണ്. നിന്റെ ചുറ്റുപാട് നോക്കിക്കേ, നിന്റെ കുഞ്ഞുങ്ങളെല്ലാം മരിച്ചുപോയി. നിന്റെ ഭാര്യ നോക്കിക്കേ, അവൾ നിന്നെ തള്ളിപ്പറഞ്ഞു. What do you have now? I don't have anything. Job, what do you have now? All my children passed.